ചെങ്ങളായി പഞ്ചായത്തിലെ ചുഴലി പടിഞ്ഞാറേ മൂലയിൽ പുലിയെന്ന് സംശയിക്കുന്ന അജ്ഞാത ജീവി പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്ന നിലയിൽ. പടിഞ്ഞാറേ മൂലയിലെ MT വിനോദിന്റെ പശുക്കിടാവിനെയാണ് ആക്രമിച്ചു കൊന്നത്. ഇന്ന് പുലർച്ചെ 1:30 മണിയോടെയാണ് സംഭവം നടന്നത്. ഏകദേശം 50 കിലോഗ്രാം ഭാരമുള്ള പശുവിനെ തൊഴുത്തിൽ നിന്ന് 50 മീറ്റർ അകലെ വലിച്ചു കൊണ്ടുപോയ നിലയിലാണ് കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 1:30 സംഭവം. 1:30 അനിയൻ പശു കരയുന്ന കേട്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ കിടാവിനെ വലിച്ച് അവിടെ കൊണ്ടിടുന്നതാണ് കണ്ടത്. ലേറ്റിട്ട് വരുമ്പോഴേക്ക് സാധനം ഇട്ടിട്ട് അങ്ങോട്ട് ഓടിക്കളഞ്ഞ്. നമ്മൾ സാധനത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് ഞാൻ വന്ന് ടോർച്ച് എടുത്തിട്ട് നമ്മൾ രാത്രി ഒരു മണിക്കൂർ മേലെ നമ്മൾ പരുതിയിട്ടുണ്ടായിരുന്നു. സാധനത്തിന് എവിടെയും കണ്ടിട്ടില്ല. സംഭവം കാൽപ്പാട് കാണുമ്പോൾ ഒരു പുലിയുടെ ലക്ഷണം കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം റേഞ്ച് ഓഫീസറും അവരൊക്കെ ഇനി വരാനുണ്ട്. ക്യാമറ ട്രാപ്പ് വെക്കേണ്ട പരിപാടിയുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് റേഞ്ച് ഓഫീസിൽ നിന്ന് അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു, മെമ്പറെ വിളിച്ചു, അതുപോലെ ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഒരു ധാരണ ഇത് പുലിയാണോ എന്നുള്ള സംശയത്തിലാണ് ഇതൊക്കെ ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത് പോയിട്ടുണ്ട് ഡോക്ടർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് രാവിലത്തെ കാര്യങ്ങൾ. പടിഞ്ഞാറേമൂലയിലെ PP സുരേഷിൻ്റെ വീട്ടിലെ പശുവിനെ രാത്രി 1 മണിക്ക് ശേഷം ഒരു ജീവി കടിച്ചു കൊണ്ടുപോകാൻ തുടർന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മൃഗാശുപത്രി ഡോക്ടർ ഉണ്ടായിരുന്നു. അവർ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇത് പുലിയുടെ ഒരു കാൽപ്പാടം എന്ന രീതിയിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് ഇവിടെ പരിശോധിച്ചപ്പോൾ പുലി കണ്ടിട്ടൊന്നുമില്ല. ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് അത് സംബന്ധിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മറ്റും പറഞ്ഞിട്ടുള്ളത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വന്ന് ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അവർ അല്പസമയത്തിനുള്ളിൽ എത്തുന്നതാണ്. എല്ലാവരും കുറച്ച് ദിവസം ജാഗ്രത പാലിക്കണം എന്നാണ് പറയാനുള്ളത്. വെറ്റിനറി സർജൻ അനുമോൾ ജോസഫിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ PV, സ്ഥലത്തെയും സമീപത്തെയും വാർഡ് മെമ്പർമാർ, ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ പുലിയുടെ കാൽപ്പാടുകൾ ആകാമെന്ന നിഗമനത്തിലാണ് ഫോറസ്റ്റ് അധികൃതർ. പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അജ്ഞാത ജീവി വീണ്ടും വരുമെന്ന നിഗമനത്തിൽ പശുവിന്റെ ജഡം മറവു ചെയ്യാതെ സംഭവസ്ഥലത്ത് തന്നെ വച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ആശങ്ക നിലനിൽക്കുകയാണ്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് BP വിപിന പറഞ്ഞു. ചുഴലിയിൽ പടിഞ്ഞാറേമൂലയിൽ ഒരു പശുക്കുട്ടിയെ ഒരു ജീവി രാത്രി കടിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തേൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു അന്വേഷണം എന്നുള്ള രീതിയിൽ ഫോറസ്റ്റുമായി ചേർന്ന് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ചതിൻ്റെ ഭാഗമായി അത് പുലിയുടെ കാൽപ്പാടുകളാണ് എന്ന് പറയുന്ന രീതിയിലേക്കാണിപ്പോൾ നിലവിൽ തീരുമാനം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ റേഞ്ച് ഓഫീസർ ഇവിടത്തേക്ക് വരുന്നുണ്ട്. റേഞ്ച് ഓഫീസർ കൂടി വന്നാൽ ഒരു ക്യാമറ ട്രാപ്പ് ഉൾപ്പെടെ വെച്ച് വേണമെങ്കിൽ കൂടുൾപ്പെടെ വെക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ബാക്കി ക്രമീകരണം എന്നുള്ള രീതിയിലേക്ക് ആലോചിച്ചിട്ടാണ് ഇപ്പം നിലവിലുള്ളത്. പറയാനുള്ളത് ഈ പ്രദേശത്ത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം അല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവങ്ങളും ഏത് ഭാഗത്തുനിന്നും റിപ്പോർട്ട് ചെയ്യുന്ന നില ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും ഈ ഒരു പ്രദേശത്ത് തന്നെ ഈ പുലി നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് ഈ ചുഴലിയുടെ വിവിധ ഭാഗങ്ങളിൽ ടാപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടും കൃഷിപ്പണിക്കായിട്ടും മറ്റു തൊഴിലുകളുടെ ഭാഗമായിട്ടും ഒക്കെ ആളുകൾ വലിയ കാടുകളിലേക്കും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ ഒരു സ്വയം ജാഗ്രത എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ്. വലിയ പരിഭ്രാന്തി പരത്തുന്ന രീതിയിലേക്കുള്ള ആശങ്കകളൊന്നും നിലവിലില്ലെങ്കിലും എല്ലാവരും ഒരു സ്വയം ജാഗ്രത എന്നുള്ള രീതിയിലേക്ക് കണ്ടുകൊണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഒറ്റക്ക് പോവാത്ത രീതിയിലേക്കുള്ള ഒരു ശ്രദ്ധ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ്. ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഇവിടെ എത്തി അതിൻ്റെ കോസ് ഓഫ് ഡെത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർട്ടിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരികയാണ്. വലിയ ആശങ്ക എന്നുള്ള രീതിയിലേക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സ്ഥലത്ത് 2 ക്യാമറകൾ സ്ഥാപിക്കുകയും അതിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്താൽ അടുത്ത നടപടി സ്വീകരിക്കുമെന്ന് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ PV പറഞ്ഞു. ഇന്ന് രാവിലെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ ചുഴലി പ്രദേശത്ത് സുരേഷ് താങ്കളുടെ വീട്ടിലെ കിടാവിനെ ഒരു അജ്ഞാത ജീവി ആക്രമിച്ചു എന്ന വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വനവകുപ്പ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രാഥമിക നിരീക്ഷണത്തിൽ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം പുലിയുടേതാണെന്നുള്ള ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ
ഞങ്ങൾ ഇന്ന് ക്യാമറ വെക്കുന്നുണ്ട്. 2 ക്യാമറ ഇപ്പം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ക്യാമറ രാവിലെ വന്ന് പരിശോധിച്ച് അതിൽ ജീവിയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനടുത്ത സ്റ്റെപ്പ് നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഏതായാലും ഡാവിൻ്റെ ആ ഭക്ഷിച്ച രീതിയും മറ്റും പരിശോധിച്ചപ്പോൾ പുലിയോട് സമാനമായ ജീവിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഏതായാലും പ്രദേശവാസികൾ ഒന്ന് ജാഗ്രതയിൽ നിൽക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് രാത്രി നമ്മുടെ ഒരു ടീം ഈ ഭാഗത്ത് പെട്രോളിംഗ് പോലെ വരും. ബാക്കി തുടർ നടപടികൾ NTCA പ്രോട്ടോകോൾ പോലെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഏതായാലും ഈ കിടാവിന് 4 മാസം പ്രായമുള്ള കിടാവാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുള്ള വനംവകുപ്പിൽ നിന്നുള്ള കോമ്പൻസേഷൻ നമ്മൾ ഉടൻ തന്നെ കൊടുക്കുന്നതാണ്. അക്ഷയ വഴി അപേക്ഷിച്ച് അതിൻ്റെ DST വഴി അപേക്ഷിക്കുന്ന മുറക്ക് നമ്മളതിൻ്റെ വാല്യുവേഷൻ അനുസരിച്ചുള്ള തുക കോമ്പൻസേഷൻ നൽകുന്നതാണ്. ഏതായാലും ജനങ്ങളൊന്ന് ഒരു ജാഗ്രത പുലർത്തണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ മൊത്തം കാട് പിടിച്ച റബ്ബർ തോട്ടാണ്. അത് സ്ഥലമുടമകളൊന്ന് കാട് വയ്ക്കിയാൽ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കും ഒരു സുരക്ഷ ഉറപ്പുവരുത്താവുന്നതാണ്.